ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24ൻ്റെ ടാക്സ് ട്രീറ്റ്മെൻ്റ് ആണ്. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അതിൽ നിന്നാണ് ഈ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 നമ്മൾ ലെസ് ചെയ്യുന്നത്. അണ്ടർ സെക്ഷൻ 24 നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെയിൻലി 3 ഐറ്റംസ് ആണുള്ളത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. ഓൾറെഡി നമ്മൾ നെറ്റ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ 30% കണ്ടിട്ട് ആ എമൗണ്ട് ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലാണ്. ഇതിൽ തന്നെ 2 കാര്യങ്ങൾ വരും. കൺസ്ട്രക്ഷന് വേണ്ടി എടുക്കുന്ന ആ ലോണിൻ്റെ അത്രയും പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഒരു 2 lakh റുപ്പീസാണ് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളത്. 12% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 lakh ഇൻറ്റു 12% 24,000. അത് ഇൻട്രസ്റ്റ് ഓൺ ലോണാണ്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലിൻ്റെ മറ്റൊരു ഭാഗമാണ് 1/5 ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അതായത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ വീട് പണി ഫിനിഷ് ആവുന്നത് വേറൊരു ഡേറ്റിലായിരിക്കും. കൺസ്ട്രക്ഷന് മുൻപുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ 1/5 കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതും നമ്മൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരം ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 3 ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. 2 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ 2 ഐറ്റംസ് വരും. ഒന്ന് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ ആ ലോൺ എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് അത്. എന്ന് പറയുന്നത് 1/5 ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അതായത് കൺസ്ട്രക്ഷന് മുൻപുള്ള പീരീഡിൻ്റെ എമൗണ്ടിൻ്റെ 1/5 നമ്മൾ കാണണം. അങ്ങനെ ഈ 3 ഐറ്റംസ് ആണ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരം നമ്മൾ ഡിഡക്റ്റ് ചെയ്യുക. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണും. നോർമലി വേക്കൻസി ഇല്ലെങ്കിൽ നമ്മൾ ആ കമ്പാരിസൺ ചെയ്യും. MRV FRV വിച്ച് എവർ ഈസ് ഹയർ കമ്പയർ വിത്ത് SRV വിൽ ഗെറ്റ് എ ലോവർ എമൗണ്ട്. അതാണ് ERV ദെൻ കമ്പയർ വിത്ത് ARV ഹയർ എമൗണ്ട് കാണും. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കും. അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ അതും ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ഉള്ള ഐറ്റംസ് കുറയ്ക്കും. ഒന്ന് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലാണ്. അത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ 1/5 അല്ലാത്ത കേസിൽ ടോട്ടൽ ലോൺ എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ അതും. അത്രയും നമുക്ക് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിളാണ് ഒരു മിസ്റ്റർ തോമസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. മന്ത്ലി റെൻറ്റ് 4,000 ആണ്. അതുപോലെ മുനിസിപ്പൽ വാല്യൂ MRV 50,000 പറയുന്നുണ്ട്. FRV ഫെയർ റെൻ്റൽ വാല്യൂ 49,000 പറയുന്നുണ്ട്. ദെൻ മുനിസിപ്പൽ ടാക്സ് ഓഫ് 2,500 ആ വ്യക്തി അടയ്ക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിൽ നിന്നറിയാം അസസി ആണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്ന ഡീറ്റെയിൽസ് ഈ ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ പറ്റിയിട്ടാണ്. 2 ലക്ഷം രൂപ 12% ഇൻട്രസ്റ്റിൽ ആ വ്യക്തി ലോൺ എടുക്കുന്നുണ്ട്. ലോൺ എടുക്കുന്ന ഡേറ്റും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റും നമുക്ക് തരുന്നുണ്ട്. ഓക്കെ. ലോൺ ഈസ് നോട്ട് റീപെയ്ഡ് ടിൽ 31st March 2021 പറയുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽസിൽ നിന്ന് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. ഓർക്കുക, നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് 30th November 2019 ആണെങ്കിലും നമ്മൾ ആ വർഷത്തെ 31st March വരെയുള്ള ഡേറ്റാണ് നമ്മൾ ആ ഒരു ലോണിൻ്റെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ എന്ന് കംപ്ലീറ്റ് ചെയ്താലും 31st March ആണ് ലാസ്റ്റ് മന്ത് കംപ്ലീഷൻ എന്നുള്ള രീതിയിൽ വേണം പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യുകയാണ്. MRV FRV വിച്ച് എവർ ഈസ് ഹയർ നോക്കും. അപ്പോൾ നമുക്കറിയാം 50,000 49,000 ആണ്. അതിൽ ഹയർ എമൗണ്ട് 50,000. ദെൻ നമ്മളത് SRV വെച്ച് കമ്പയർ ചെയ്യണം. എന്നിട്ട് ലോവർ എമൗണ്ട് ആണ് നോക്കുക. പക്ഷേ ഇവിടെ SRV വെച്ച് കമ്പയർ ചെയ്യാൻ നമുക്ക് എമൗണ്ട് ഇല്ല. സോ നെക്സ്റ്റ് എമൗണ്ട് ARV വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം, കമ്പയർ ചെയ്യണം. ARVക്ക് പകരം ഇവിടെ മന്ത്ലി റെൻ്റാണ് 4,000 തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആക്ച്വൽ റെൻ്റൽ വാല്യൂ കാണാൻ 4,000 × 12 കാണുമ്പോൾ 48,000 കിട്ടും.
ഓൾറെഡി കമ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ 50,000 റുപ്പീസിന് ലാസ്റ്റ് ARV 48,000 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ എമൗണ്ട് 50,000 നമുക്ക് കിട്ടും. ഇതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, MRV FRV വിച്ച് എവർ ഈസ് ഹയർ എടുത്തു 50, ദെൻ SRV വെച്ച് കമ്പയർ ചെയ്യാനില്ലാത്ത കാരണം ആ 50നെ ARV 48 വെച്ചിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ ഹയർ എമൗണ്ട് 50. ഓക്കെ, അപ്പോൾ അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ഹെഡിങ് എഴുതുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് മിസ്റ്റർ തോമസ്. ആനുവൽ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്ത് കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 50,000. അതിൽ നിന്ന് ആ വ്യക്തി അസസ് തന്നെയാണ് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യണത്. അപ്പോൾ ആ മുനിസിപ്പൽ ടാക്സ് നമുക്ക് കുറയ്ക്കാം. 2,500, 47,500 ആനുവൽ വാല്യൂ നമുക്ക് കിട്ടി. റിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആനുവൽ വാല്യൂ 47,500 കിട്ടി. അതിൽ നിന്ന് അണ്ടർ സെക്ഷൻ 24 അനുസരിച്ചിട്ടുള്ള ഡിഡക്ഷൻസ് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ, അതായത് 47,500 ആണ് നെറ്റ് ആനുവൽ വാല്യൂ. അതിൻ്റെ 30% കാണുമ്പോൾ 14,250. അത് നമ്മൾ ഇന്നർ കോളത്തിലാണ് എഴുതുക, ആ ഡിഡക്ഷനുള്ള എമൗണ്ടുകളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന എമൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. അതായത് നമ്മളിവിടെ പറയുന്നുണ്ട് ഹി ഹാസ് ബോറോഡ് 2 lakh rupees at 12%. 2 lakhൻ്റെ 12% കാണുമ്പോൾ 24,000 നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ കിട്ടി. പിന്നെ കാണേണ്ടത് 1/5 ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡാണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ മുൻപുള്ള ആ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, ദെൻ അതിൻ്റെ 1/5 കാണണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ഡേറ്റുകളാണ് തന്നിട്ടുള്ളത്. ഒന്ന് 1 May 2017 31 March 2019 ആണ്. 1 May 2017 എന്ന് പറയുന്നത് ലോൺ എടുത്തിട്ടുള്ള ഡേറ്റാണ്, ആ 1 May 2017. ഇനി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 30th November 2019 എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു നേരത്തെ, അത് നമ്മൾ 13th November ആണെങ്കിലും 31st March ആണ് എൻഡ് ഡേറ്റ് ആയിട്ട് നമ്മൾ എടുക്കണം ആ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അത് ഏത് മാസത്തിൽ കംപ്ലീറ്റ് ആയാലും 31st March നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ നമുക്കറിയാം 1st April to 31st March ആണ്. അപ്പോൾ ആ 31st March വരെയുള്ള ഡേറ്റിലാണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളൊരു അസംഷനിൽ നമ്മൾ എടുക്കണം. അത്രയും കാലഘട്ടം നോക്കുമ്പോൾ 1 May 2017 തൊട്ട് 31st March 2019 വരെ എടുക്കുമ്പോൾ നമുക്ക് 23 months ഉണ്ട്. കാൽക്കുലേഷൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻട്രസ്റ്റ് 2 ലക്ഷം രൂപയ്ക്ക് 12% ആണ് നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ്. ഇതിൽ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 23 months ആണ്, ബൈ 12 കാണാം. അപ്പോൾ നമുക്ക് 46,000 എന്ത് കിട്ടും, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലുള്ള ഇൻട്രസ്റ്റ് കിട്ടും. ഇതിൻ്റെ 1/5 ആണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 46,000 × 1/5 കാണുമ്പോൾ 9,200 കിട്ടി. ഈ എമൗണ്ട് ആണ് നമ്മളിവിടെ 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ എമൗണ്ടും കൂടെ എടുത്തെഴുതാണ് 9,200. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ കാണും, അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുമ്പോൾ ആനുവൽ വാല്യൂ കിട്ടും. ദെൻ അതിൽ നിന്ന് അണ്ടർ സെക്ഷൻ 24 പ്രകാരമുള്ള ഡിഡക്ഷൻസ് നമുക്ക് കുറയ്ക്കാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 47,500 ആനുവൽ വാല്യൂവിൻ്റെ 30%, അതായത് 14,250. അറിയാം ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2 lakhൻ്റെ 12%, 24,000. ദെൻ 1/5 ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്, അതായത് ആ 2 lakh × 12 × 23 months ആകുമ്പോൾ 23 / 12. അപ്പോൾ നമുക്ക് 9,200 കിട്ടി. ഇനി ഈ 3 എമൗണ്ടുകൾ ആഡ് ചെയ്യുമ്പോൾ 47,450 കിട്ടി. അത് നമ്മൾ ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്ഷനായിട്ട് കുറയ്ക്കാം. നമുക്ക് 50 എമൗണ്ട് കിട്ടും. ഇതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് പ്രോബ്ലം ഒന്ന് നോക്കാം. ഇതുപോലെ തന്നെയുള്ള സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ഇതിൽ മന്ത്ലി റെൻറ്റ് തന്നിട്ടുണ്ട് 5,000. അപ്പോൾ ആക്ച്വൽ റെൻ്റൽ വാല്യൂ കാണാൻ 5,000 × 12 കാണാം. ദെൻ MRV മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ട് 80,000, റെൻ്റൽ വാല്യൂ 79,000.
പിന്നെ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ അസസി 2500 ഉണ്ട്. അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട് ഇതിനകത്ത് 8000. ബോറോഡ് ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ കാണാമെന്നുള്ളതാണ്. ഇവിടെ വേക്കൻസി ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി കമ്പാരിസൺ നടത്തുക. MRV FRV വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ 80 79 ഇതിൽ ഹയർ എത്രയാണ് 80,000. ദെൻ അതിനെ എന്ത് വെച്ച് കമ്പയർ ചെയ്യുക ARV. ഇവിടെ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ ഇല്ലാത്ത കാരണം ARV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ എമൗണ്ട് തന്നെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ 80,000. ഓക്കെ, ആക്ച്വൽ റെൻ്റൽ വാല്യൂ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 5,000 ആണ് മന്ത്ലി റെൻറ്റ് ഇൻറ്റു 12 months, അപ്പോൾ 60,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഹയർ വാല്യൂ 80,000 കിട്ടി. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. 80,000 79 കമ്പയർ ചെയ്യുമ്പോൾ ഹയർ 80,000. ദെൻ ARV 60,000 കമ്പയർ ചെയ്യുമ്പോൾ ഹയർ 80,000 ഗ്രോസ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ കാണാനായിട്ട് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാം. അതുപോലെ തന്നെ അൺറിയലൈസ്ഡ് റെൻറ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. മുനിസിപ്പൽ ടാക്സ് 2500 അൺറിയലൈസ്ഡ് റെൻറ്റ് 8000 നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ 80,000 നിന്ന് ഡിഡക്റ്റ് ചെയ്യാണ്. അപ്പോൾ 69,500 നമുക്ക് എന്ത് കിട്ടും നെറ്റ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ആനുവൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഡിഡക്റ്റ് ചെയ്യേണ്ടതെല്ലാം നമ്മൾ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുക. ദെൻ അത് ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതിയാൽ മതി. മുനിസിപ്പൽ ടാക്സ് 2500 അൺറിയലൈസ്ഡ് റെൻറ്റ് 8000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 10,500 ആണ് നമുക്ക് ലെസ് ചെയ്യേണ്ട എമൗണ്ട് കിട്ടുക. അപ്പോൾ അത് 80,000 നിന്ന് ഡിഡക്റ്റ് ചെയ്ത് എഴുതാം. നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ 69,500 കിട്ടി. ഇനി നമ്മൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ഉള്ള എമൗണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. അപ്പോൾ 69,500ൻ്റെ 30% 20,850. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2 lakh തന്നെയാണ്. അതിൻ്റെ 12% 24,000 കിട്ടി. ഇൻട്രസ്റ്റ് ഫോർ ദ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോട്ടാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ പോലെ തന്നെ 1 May 2016 തൊട്ട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 30th November ആണെങ്കിലും നമ്മൾ 31st March ആണ് എടുക്കുക. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 23 months ആണ്. അപ്പോൾ നമ്മൾ 2 lakhൻ്റെ 12% 23/12 ആകുമ്പോൾ 46,000 എന്ത് കിട്ടും നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. ബട്ട് നമുക്കറിയാം ഈ 46,000ൻ്റെ 1/5 ആണ്. 1/5 ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡാണ് കാണേണ്ടത്. അപ്പോൾ 46,000ൻ്റെ 1/5 കാണുമ്പോൾ 9,200. ഓക്കെ, അപ്പോൾ ആ 3 ഡിഡക്ഷൻസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് NOV, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതുപോലെ തന്നെ 1/5 ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്, ഇത്രയും ആഡ് ചെയ്യുമ്പോൾ 54,050 നമുക്ക് കിട്ടും. അത് ആനുവൽ വാല്യൂ ആയ 69,500 നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 15,450 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വീണ്ടും പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.